മാക്കം, ഞാൻ വീട്ടോളം ഒന്ന് പോകുകയാണ്. ആരോ മുണ്ണിയുടെ അംഗം കഴിഞ്ഞ് ജയിച്ച് ഞാൻ ഈ അറയിലെത്തും. ഒരുങ്ങിയിരുന്നോളി. എല്ലാം ഭദ്രമായിരിക്കണം. എന്തിനു ഭയപ്പെടണം? തമ്പ്രാനെ, പെണ്ണറയില് ഒരു പുരുഷ ശബ്ദം കേൾക്കുന്നു. വിഷമിക്കുന്ന അടിയോടി, ചന്ദ്രപ്പനാണ്. നാളെ അങ്കത്തട്ടിലേക്ക് പോവല്ലേ? പുട കൊടുക്കാൻ പോകുന്ന പെണ്ണിനെ ഒന്ന് കണ്ട് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പോയി വരട്ടെ മാക്കം. സത്യം പറയണം, നീ എന്തിനേയും മതിയാടി കറന്നു? തമ്പിക്കുട്ടി, എന്തിനീ കുരങ്ങാട്ടിയെ വാട് വീശി നിർത്തിയിരിക്കണം? തമ്പ്ര, എന്റെ കുരങ്ങ് ചാടിപ്പോയി. ഞാനും ചാടി. കത്തി കൊണ്ട് കാലെന്ന് ചോര പൊടിയണ്. നോക്ക് തമ്പ്ര. കണങ്കാലയുടെ കങ്കച്ചേകോന്റെ കൈനീട്ടു, കൈനീട്ടു. എന്ത്? കയ്യിൽ ചുരുക്കത്തലം പോ. അമ്മാവാ, കേളു അമ്മാവാ. ഈ കുരങ്ങാട്ടി ഒന്ന് നോക്കി. എടാ ക്നാത്ത, എറുമ്പ് കടലരിക്കാമെന്ന് കരുതിയോ? കണ്ണുപുണ്ണി, തമ്പിക്കുട്ടി നിൽക്കി. ഇവൻ എന്റെ അനുജനാണ്. മുഖത്ത് നോക്കി തലയേറിയാൻ വിഷമം. ഇവനിവിടുത്തെ ഉപ്പും ചോറും തിന്ന് കിടക്കട്ടെ. ആരവിടെ? ഇവനെ പിടിച്ച് തലയിലിടൂ. നാത്തൂൻ എപ്പോ വന്നു? ഇരിക്കുന്നു. ഇല്ല, ഞാൻ പറഞ്ഞിട്ട് പോകാൻ വന്നതാണ്. എന്താണ്? നാളെയല്ലേ അംഗം? അതിനു മുമ്പ് എന്റെ മോനെ ജീവനോടെ എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി ഇന്നേ പോകണമെന്നില്ല. അംഗം കഴിഞ്ഞാൽ അവനെ ജീവനോടെ നാത്തൂന് കാണാം. ഇല്ല നാത്തൂൻ, എന്റെ മോൻ എത്ര വലിയവനായാലും അവൻ വാല് തൊടുത്തത് അധർമ്മത്തിന് വേണ്ടിയാണ്. അവൻ ജയിക്കില്ല, ജയിക്കില്ല. അത് ശരിയാണ്. പക്ഷെ നാത്തൂന്റെ മോൻ ജയിക്കും, എന്റെ മോൻ തോക്കും. എന്തായത്? നാത്തൂനെ, എന്റെ മോനെ ഞാൻ പലി കൊടുത്തു കഴിഞ്ഞു. പരിചയപ്പെടുത്തി തടയാൻ അവന് കഴിയില്ല. എന്റെ നേരാങ്ങളയുടെ മോൻ ജയിക്കാൻ എന്റെ മോനെ ഞാൻ കുരുതി കൊടുത്തു കഴിഞ്ഞു. പോയി ഈ പാല് കൊണ്ടുപോയി തടവറയിൽ കിടക്കുന്ന കണ്ണപ്പുണ്ണിക്ക് കൊടുക്ക്. ആരും കാണരുത്. ഇതിൽ ഒരു എഴുത്തോലിയുമുണ്ട്, സൂക്ഷിക്കണം. കൊടുക്കുന്നുണ്ട്. കണ്ണപ്പുണ്ണിയുടെ വിവരം അറിയിക്കണ്ടേ മഹാരാജ? വേണ്ട. അംഗത്തിനിറങ്ങുമ്പോൾ തുണയാൽ ശത്രുവിന്റെ കെണിയിൽ കുടുങ്ങി എന്നറിയുന്നത് നല്ലത്. കണ്ണപ്പുണ്ണിയെ കാണുന്നില്ലല്ലോ. കണ്ടില്ല. അംഗത്തിന് നേരമെടുക്കും. കാത്തു നിൽക്കാൻ നേരമില്ല. അംഗത്തെട്ടിൽ കൂട്ടിന് മറ്റൊരാളെ ആക്കാം. വേഗം തൊഴിൽ പാലെടുത്ത് വരും. എന്താ മുഖം വാടിയത്? ഒന്നുമില്ല.
സന്തോഷമായി പോയി ജയിച്ചു വരും. ഞാൻ പോയി വരട്ടെ. നാട്ടാരെ, രക്തബന്ധം മറന്ന് പോർവിളി നടത്തി അംഗം കുറിച്ച ധീരന്മാരെ, ആർക്കാർക്ക് പെരുമയെന്ന് നിശ്ചയിക്കാൻ സ്വയം നിശ്ചയിച്ച ഈ അംഗം നടത്താൻ നാം കൽപ്പിക്കുന്നു. അമ്മാവന്റെ മകൻ അംഗം ജയിക്കണം.